ഇതുപോലൊരു നിർണായകമായ കാലത്ത് അവരുടെ ഈ കേരളത്തിലെ CPM-ൻ്റെയും CPI-യുടെയും കോൺഗ്രസിൻ്റെയും കേരളത്തിലെ BJP ഒഴികെ സമസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഗതികളിൽ ഒന്ന് RSS BJP വിരുദ്ധത ആയിരിക്കെ ആ വിരുദ്ധതയിൽ നിങ്ങളത്ര പോരാ എന്ന് CPI ഇവരുടെ രണ്ടാം കക്ഷി CPM-നോട് ശരിയല്ലാത്ത വിധം പറഞ്ഞു എന്നത് വലിയ ഈഗോ ഹർട്ടാണ് CPM-ന് ഉണ്ടാക്കിയിരിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അത് അങ്ങനെ എളുപ്പത്തിൽ മറന്നു പോകാവുന്നൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഇവരുടെ ബന്ധത്തിനിടയിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ ബന്ധത്തെ മനസ്സിലാക്കുന്ന ഇനി വരും കാലങ്ങളിലാണെങ്കിൽ തന്നെ നമ്മളതിനെ മനസ്സിലാക്കുന്ന ഒരു സുപ്രധാനപ്പെട്ട ഒരു ഏടായിട്ട് PMC വിവാദം ഓർമ്മയില്ലേ എന്ന് നമ്മൾ പിന്നീട് പറയുന്ന ഒരു കാര്യം വരും. അപ്പോൾ ഇതിൻ്റെ ഗൗരവം CPI മനസ്സിലാക്കണമായിരുന്നു എന്നാണ്. രണ്ടുപേർക്കും പെശകുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഈ സംഭവം ഇവരുടെ മനസ്സുകൾക്കകത്ത്, രാഷ്ട്രീയ മനസ്സുകൾക്കകത്ത്, ഈ രാഷ്ട്രീയ സംഘടനയുടെ തലച്ചോറിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ കൂടെ ആയിരിക്കും എന്ന ഒരു വൈകാരിക പ്രശ്നം CPI മനസ്സിലാക്കണമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. ആ മനസ്സിലാക്കൽ ഉണ്ടായില്ല എന്നതാണ് ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനകളിലൂടെ എനിക്കുണ്ടായൊരു ഫീൽ. ബിനോയ് വിശ്വം വളരെ സാത്വികമായിട്ട് വാചകങ്ങൾ സെലക്ട് ചെയ്തിട്ട് ശബ്ദത്തെ അങ്ങനെ ക്രമീകരിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അല്പം കാവ്യാത്മകമായിട്ടൊക്കെ സംസാരിക്കാൻ അറിയാം. അതുകൊണ്ട് സാത്വിക ശബ്ദത്തിലാണെങ്കിലും വാചകങ്ങൾ സെലക്ട് ചെയ്തിട്ടാണെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിൽ പക്ഷേ അദ്ദേഹം പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ ഈ മുന്നണി ബന്ധത്തിൻ്റെ കാര്യത്തിലാണ്, വ്യക്തിപരമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നല്ല, മുന്നണി ബന്ധത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പറയാൻ പാടില്ലാത്ത ഒന്ന്, ഈ തോറ്റ് പിന്മാറിയ ഞങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു, ഞങ്ങൾക്കൊരു പിശക് പറ്റിയെന്ന് അങ്ങനെ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഈ പ്രചണ്ഡമായ എതിർപ്പിന് പിന്നിൽ പിന്മാറിയ CPM അതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി അവിടുത്തെ ചെന്ന് കത്ത് കൊടുത്തതിന് ശേഷം അതേപ്പറ്റി പ്രതികരിക്കേണ്ടതില്ല, അതങ്ങ് തീർന്നു പോട്ടെ എന്ന് വിചാരിച്ചാൽ മതി ബിനോയ് വിശ്വത്തിന്. യഥാർത്ഥത്തിൽ അത് അവരുടെ വിജയം എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. പക്ഷേ അതല്ല അദ്ദേഹം സെലക്ട് ചെയ്തത്. അദ്ദേഹം ഇത് ഇടതുപക്ഷത്തിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയം ഇങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ അത് ബിനിലിപ്പോൾ എന്നോട് പറയുകയാണെങ്കിൽ, ഞാൻ ബിനിലിനോട് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ ഒന്ന് പോകുമ്പോൾ ബിനിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രണ്ടുപേരുടെയും വിജയമാണത്, ഞങ്ങളതല്ലേ ചൂണ്ടിക്കാട്ടി എന്ന് പറയുന്ന ഒരു ആളാകലാണ്. ആ ആളാകൽ ശിവൻകുട്ടി അംഗീകരിച്ച് കൊടുക്കുന്നില്ല. എന്താണ് പിന്നെ അവിടെ നിർത്തണമായിരുന്നു അദ്ദേഹം. അവിടെ നിർത്തിയിട്ട് ശിവൻകുട്ടി അദ്ദേഹത്തിൻ്റെ ഒരല്പം രോഷമൊന്ന് പ്രകടിപ്പിച്ചോടെ എന്ന് കണ്ട് ഒരല്പം പിന്മാറുന്നതിന് പകരം, അല്ല ഞാനല്ലല്ലോ, ഗോവിന്ദൻ മാഷും ബേബി ഉണ്ടല്ലോ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ, പിണറായി ഉണ്ടല്ലോ എന്ന് വീണ്ടും ഒരല്പം ആൾ കളിക്കുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. ആ ആൾ കളി സത്യത്തിൽ മുന്നണിക്കകത്ത് ഗുണകരമായൊരു കാര്യമല്ല. പിന്നെ സത്യത്തിൽ ഒരു കാര്യം നമ്മൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴായിട്ട് ചർച്ച ചെയ്ത കാര്യമാണല്ലോ, അതായത് CPI ബന്ധം എപ്പോഴും ഇങ്ങനെയാണ്. CPI അവരുടെ രാഷ്ട്രീയ പ്രസക്തി ഉണ്ടാക്കുന്ന CPM വഴിവിട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ട്രാക്ക് നേരെയാക്കുകയാണ് എന്നൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നിലപാട് ഞങ്ങൾ എടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അവരുടെ പാർട്ടിക്കകത്തും മറ്റും ഈ ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കളുടെ ഒരു പ്രാധാന്യം കൂട്ടുന്നതും CPM-നെ ഇടയ്ക്ക് എന്നിങ്ങനെ ഒന്ന് പറയുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ ഇലക്ഷനാണ് എന്ന കാര്യം ബിനോയ് വിശ്വം ഓർക്കേണ്ടതായിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളെന്ന നിലക്ക് നമുക്ക് തോന്നി.